വൈകുന്നേരം നല്ല അരിപൊരി പോലുള്ള സുന്ദരി ചാള കിട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? ചാളത്തോരനും കപ്പ പുഴുങ്ങിയതാണ് കേട്ടോ. ഈ ചാള നേരെ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോയേ. ആ പോയ സമയത്ത് എൻ്റെ മനസ്സിൽ കുറച്ച് കണക്കൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചാളയുടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നേ. ചാള നേരിട്ട് ചട്ടിയിലോട്ട് വീഴുന്നതും ചാളയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ ഇങ്ങി വന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ എൻ്റെ മാതാശ്രീയെ ചാളയൊക്കെ വെട്ടി വൃത്തിയാക്കി നമ്മുടെ അരപ്പൊക്കെ പുരട്ടി അടുപ്പി വെക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കൽ മാത്രമേ നിവർത്തിയുള്ളൂ. ഞാനത് പറഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കൊണ്ടുവച്ച പാടെ അമ്മ അത് വെട്ടി വൃത്തിയാക്കി ഈ പരുവാക്കി എടുത്തു. അപ്പം നമുക്കിനി കപ്പ നന്നാക്കാൻ പോയാലോ? ദാ ഇത് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്ന കർത്തവ്യം എൻ്റെയാണ് കേട്ടോ. കപ്പ നന്നാക്കുന്നത് എൻ്റെ മാതാശ്രീയാണേ. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ദാ ഇവിടെ കപ്പ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ രാത്രിയിൽ അത്താഴത്തിന് എന്താ ഉള്ളത്? നമുക്ക് മിക്കവാറും ഇതേപോലെ കപ്പപ്പുഴുക്കും പിന്നെ നമ്മുടെ കഞ്ഞിയും പയറുതോരനും ചപ്പാത്തിയും പിന്നെ ചിലപ്പോൾ ചോറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ മീൻതോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞു മത്തി ചാറാക്കുന്നതിനേക്കാളും നല്ലത് ഒന്നുകിൽ തോരൻ വെക്കുന്നതും അല്ലെങ്കിൽ പൊരിക്കുന്നതും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മളേ കപ്പ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചപ്പോഴുണ്ടല്ലോ നിറയെ വെള്ളമില്ലാത്തത് കാരണം കപ്പയുടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ മേപ്പോട്ട് ഇങ്ങനെ വെളുത്തിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ പോരായിരുന്നോ? കൈയിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ തിളച്ചുകൊണ്ടിരുന്ന കപ്പയ്ക്കകത്തോട് ഞാൻ ഈ കൈ ഇട്ടത് കാരണം എൻ്റെ കൈ പൊള്ളിപ്പോയി കേട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ്, എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ഓരോ സന്ദർഭങ്ങളിൽ എളുപ്പത്തിൽ ചെയ്യുന്ന പണികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്കിനി കുറച്ച് ഉപ്പുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. കപ്പയുടെ കൂടെ പകുതി വേവായിട്ട് ഞാൻ ഉപ്പിട്ടത് കേട്ടോ. അതിനോട് ചേർത്ത് പിടിച്ച് നന്നായിട്ട് അങ്ങ് ആയിക്കോളുമല്ലോ. അപ്പം നമ്മൾ കപ്പയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ചോറ് ആർക്കും അങ്ങോട്ട് ഇറങ്ങത്തില്ല കേട്ടോ. കുറച്ച് ചോറ് മതിയായിരിക്കും. അപ്പം ഞാൻ അതുകൊണ്ടേ ഈ കലത്തിലിരിക്കുന്ന ചോറ് കുറച്ച് നമ്മുടെ ഈ മൺകലത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് വയ്ക്കാവേ. നാളെ നമുക്ക് പഴങ്കഞ്ഞി കുടിക്കുകയോ അല്ലെങ്കിൽ തിളപ്പിച്ചൂറ്റിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ 2-3-4 കഷ്ണം കപ്പ കഴിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഏകദേശം ഒരുവിധമൊക്കെ വയറൊന്ന് ഫുള്ളായി തുടങ്ങും. പിന്നെ ഇച്ചിരി ചോറും കൂടെ വേണം എന്നൊരാഗ്രഹമൊക്കെ തോന്നുവാണെങ്കിൽ എടുക്കാൻ പാകത്തിലൊരു പാത്രത്തിൽ ഇച്ചിരി ചോറ് അങ്ങോട്ട് ഇട്ട് വെച്ചിരുന്നാൽ മാത്രം മതി. ഈ ചോറൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വയറൊക്കെ നിറയുമ്പോഴത്തേക്കിന് പിന്നെ ജോലി ചെയ്യാനൊക്കെ പാടല്ലേ. അപ്പം നേരത്തെ തന്നെ ഇങ്ങനെ കളത്തിൽ നിന്ന് കോരി അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാലേ ഈ കലവും കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. കഴിക്കുന്ന പാത്രങ്ങൾ മാത്രം കഴുകി വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയാൽ പോരേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് മാത്രം ഒരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മുടെ ചോറെല്ലാം ഈ കലത്തിലോട്ട് അങ്ങോട്ട് കോരിയിട്ട് വെക്കുകയാണ് കേട്ടോ. സാധാരണ ഈ പരിപാടി നമ്മൾ വൈകുന്നേരം ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇന്ന് എന്തോ തിരക്കൊക്കെ കാരണം നമ്മൾ അമ്മയ്ക്ക് വൈകിട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഈ കലവും കഴുകി വെച്ച് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പോയി കിടക്കുമ്പോഴേ പിന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു സന്തോഷമല്ലേ. അടുക്കളയിൽ വലിയ പണികൾ, പാത്രം കഴുകൽ എന്നാലും വലിയൊരു ചുമതല ഇല്ലായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഈ കലത്തിലോട്ട് ചോറൊക്കെ ഇങ്ങോട്ട് ഇട്ട് വെച്ചു. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഈ മൺകലത്തിൽ നിന്ന് രാവിലെ കോരി പഴങ്കഞ്ഞി കുടിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ പഴങ്കഞ്ഞി കുടിച്ചിട്ടാണ് ജോലിക്ക് പോകാറൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ കുറച്ച് വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പയൊക്കെ ഏകദേശം നല്ല നന്നായിട്ട് അങ്ങോട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല തിള വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പയായിട്ടുണ്ട്, നമ്മുടെ മീൻതോരനൊക്കെ ആയിട്ടുണ്ട്, നമ്മുടെ കട്ടൻ ചായയുണ്ട്. ഇത് വൈകുന്നേരം ഇട്ട് വെച്ച കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അത്താഴം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്കിനി നാളെ കാണാവേ.